ഹരേ കൃഷ്ണ. ഏവർക്കും ഭാഗവത സത്രത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം 11 ശ്ലോകം 11. യം ബ്രൗരചണ്ഡമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോ വിലേധൂസ്തം സർവഭൂതഹൃദയം മുനിം മാനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനിനാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്ലോകം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 11-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകമാണ്. 10 വരെ നമ്മൾ എടുത്തു. ഇത് 11-ാമത്തെ ശ്ലോകം ആരംഭിക്കുകയാണ്. മധുഭോജദശാർഹാർഹ കുക്കുരാന്തകവൃഷ്ണിഭിः ആത്മതുല്യബലൈർഗുപ്താം നാഗൈർഭോഗവതീമിവ. പ്ലീസ് റിപ്പീറ്റ്. മധുഭോജദശാർഹാർഹ കുക്കുരാന്തകവൃഷ്ണിഭിः ആത്മതുല്യബലൈർഗുപ്താം നാഗൈർഭോഗവതീമിവ. അതിന്റെ അർത്ഥം, ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറയണത്, നാഗലോക തലസ്ഥാനമായ ഭോഗവതി നാഗന്മാരാൽ സംരക്ഷിക്കപ്പെടുന്നത് പോലെ ദ്വാരകാപുരി ശ്രീകൃഷ്ണ ഭഗവാനോളം ശക്തരായ വൃഷ്ണി, ഭോജൻ, മധു, ദശാർഹൻ, അർഹൻ, കുക്കുരൻ, അന്തകൻ എന്നീ വംശ പിൻഗാമികളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ശ്ലോകത്തില് ഈ ശ്ലോകം ഏതുവരെ എന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് വരുന്ന സമയം ദ്വാരകാ നിവാസികളൊക്കെ തന്നെ ഭഗവാനെ ദ്വാരകയിലേക്ക് സ്വീകരിക്കുകയാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദ്വാരക ആരാണ് ഇവിടെ ശക്തമായിട്ട്, ഈവൻ ഭഗവാന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും അവിടെ ശക്തരായിട്ടുള്ള വൃഷ്ണി വംശജരും ഭോജ, അന്തക അങ്ങനെയുള്ള വംശജരെല്ലാം തന്നെ ദ്വാരകപുരിയെ കാത്തു സംരക്ഷിക്കുകയാണെന്ന് പറയണം. ഇവിടെ ഈ ഒരു ശ്ലോകത്തിന്റെ ആവശ്യം എന്തെന്നാൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ അനേകം കാലമായിട്ട് ദ്വാരക വിട്ട് പാണ്ഡവരുടെ കൂടെ ആയിരുന്നു. അങ്ങനെ വനവാസ കാലത്ത് ഭഗവാന്റെ ഭക്തരുടെ കൂടെ, പാണ്ഡവരുടെ കൂടെ ഭഗവാനായിരുന്നു. ശേഷം ഭഗവാൻ
ഭഗവത്ഗീത ഉപദേശിച്ചു. അതിനുശേഷം പാണ്ഡവരെല്ലാം ഹസ്തിനാപുരത്തിന്റെ രാജാക്കന്മാരായി മാറ്റുകയുണ്ടായി, അല്ലെ? ഇപ്പോ അങ്ങനെ ഒരു ലോങ് ഡ്യൂറേഷൻ ഹസ്തിനാപുരത്തും മറ്റു സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതിനു മുൻപായിട്ട് ഭഗവാൻ തന്റെ അമ്മയെ ദേവകിയെയും വസുദേവരെയൊക്കെ മോചിപ്പിച്ച് മഥുരയിൽ തന്നെ തങ്ങുകയും മധുരവാസികളെയൊക്കെ തന്റെ നിയന്ത്രണത്തിൽ നിർത്തി അവർക്ക് സർവവും നൽകി അവരെ രക്ഷിച്ചു പോന്നു. എന്നാൽ കംസന്റെ ഭാര്യമാരായ നാസ്തിയും പ്രാപ്തിയും അവര് രണ്ടുപേരും തന്റെ അച്ഛൻ്റെ അടുത്ത് പോവുകയും ജരാസന്ധന്റെ അടുത്ത് തന്റെ ഭർത്താവിനെ അകാരണമായി കൊന്നതാണെന്നും അതിന് പകരം ചോദിക്കണമെന്നൊക്കെ ദുഃഖത്തിൽ അറിയുകയുണ്ടായി. അങ്ങനെ മഥുരയില് പല വശത്തുനിന്നായി യുദ്ധം ആരംഭിച്ചു. കാരണം ജരാസന്ധന്റെ പക്കല് അനേകം ലക്ഷം പടയാളികൾ ഉണ്ടായിരുന്നു. എന്തെന്നാൽ ഈ ജരാസന്ധന് ഒരാന ഉണ്ടായിരുന്നു. ഈ ആന കുവലയാപീഠം എന്നാണ് പേര്. അതിശക്തനായ ആനയാണ്. മറ്റുള്ള ആനകളിൽ നിന്നും വളരെ പ്രത്യേകതയുള്ള ആനയാണ്. അപ്പൊ ഈ ആന കൊണ്ടുപോയിട്ട് ഓരോ രാജ്യത്തിലും പോയിട്ട് അവിടെയുള്ള രാജാവിനെ വെല്ലുവിളിക്കും. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ ആനയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുക. ആന ജയിച്ചാൽ ആ രാജാവും ആ രാജ്യവും പടയാളികളും ജരാസന്ധന് സ്വന്തം. അല്ലെങ്കിൽ ജരാസന്ധന്റെ പടയും മറ്റുള്ളതൊക്കെ എതിർവശം നിൽക്കുന്ന രാജാവിന് സ്വന്തം. അങ്ങനെയായിരുന്നു തീർപ്പ്. പക്ഷെ ഇത് വളരെ അതിശക്തരായ ഒരു ആനയായിരുന്നത് കൊണ്ട് ആർക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ പല നാടുകളിലും പോയി ജരാസന്ധൻ തന്റെ ആനയെ വച്ച് ഇതേമാതിരി യുദ്ധം ചെയ്യുകയും അങ്ങനെ അനേക ലക്ഷം പടയാളികളും രാജ്യവും ഒക്കെ തന്നെ ജരാസന്ധനും സ്വന്തമായിട്ട് വന്നതാണ്. അങ്ങനെ ഒടുവില് അദ്ദേഹം കംസന്റെ അടുത്തെത്തേണ്ട മഥുരയിലെത്തേണ്ടായി ജരാസന്ധൻ. അങ്ങനെ കംസനെ വെല്ലുവിളിക്കുകയും കംസനെ ആനയെ എടുത്ത് അടിക്കുകയും തോൽപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ജരാസന്ധന് വലിയ സന്തോഷമായിട്ട് ആ കുവലയ പീഠത്തിന് സ്ത്രീധനമായിട്ട് കൊടുത്തു. തന്റെ മകളായ ആസ്തിയെയും പ്രാപ്തിയെയും ജരാസന്ധന് വിവാഹം കഴിച്ചു കൊടുക്കണ്ടായി. അപ്പൊ ഈ ആന വേറെ ആരുമല്ലായിരുന്നു, മഹാബലിയുടെ 100 പുത്രന്മാരിൽ ഒരാളായിരുന്നു ഈ ആന. ഒരിക്കൽ അസിതൻ, ദേവലൻ, മറ്റുള്ള ഋഷിവര്യന്മാരെല്ലാം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതിന്റെ ഇടയിൽ തിക്കിത്തിരക്കി അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ ദിശ തെറ്റിപ്പിച്ചു, നടക്കുന്നതിന്റെ ദിശ. ഈ സമയത്ത് അവര് കുപിതരായി, മതയാനയെ പോലെ പ്രവർത്തിക്കണമല്ലോ, എന്നാ നീ ഒരു മതയാനായി പോട്ടെ എന്നൊരു ശാപം കൊടുത്തു. അങ്ങനെയാണ് കുവലയ പീഠം ഉണ്ടാവണം. ഈ കുവലയ പീഠം ജനിക്കുന്നതാണ്. അപ്പോ ശേഷം ഭഗവാൻ ഈ കുവലയ പീഠത്തിന് കൊല്ലുകയും മഥുരയില് ആഗമനം ചെയ്യുന്ന സമയത്ത് തന്നെ ബലരാമനും കൃഷ്ണനും ചേർന്ന് കുവലയ പീഠത്തിനെ ഹനിക്കുകയും ശേഷം കംസനെ ഹനിച്ച് തന്റെ അച്ഛനും അമ്മയും വീണ്ടെടുക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ ആസ്തിയും പ്രാപ്തിയും നേരെ ചെന്ന് സങ്കടം അറിയിക്കുകയും പല തവണയായിട്ട് ഈ ഒരു പുരി, മഥുരാപുരി ആക്രമിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 23-ലേറെ പ്രാവശ്യം ജരാസന്ധൻ തന്റെ
പടയാളികളുമായിട്ട് വരണ്ടായി. എന്തിനേറെ പറയുന്നു, ഈ ജരാസന്ധൻ തന്നെയാണ് ഭൂഭാരം തീർക്കുന്നതില് ഒരു സിംഹഭാഗവും ജരാസന്ധൻ തന്നെയാണ് കാരണം. ഭഗവാൻ ഈ ഭൂഭാരം തീർക്കുന്നതില് ഓരോ പ്രാവശ്യം 2ഉം 3ഉം അക്ഷൗഹിണിപ്പട കൊണ്ടുവരും. അങ്ങനെ ഭഗവാൻ ആ അക്ഷൗഹിണിപ്പടയെല്ലാം കൊല്ലുകയും ഹനിക്കുകയും ശേഷം അവനെ ആക്ഷേപിച്ച് പറഞ്ഞുവിടുകയും ചെയ്യും. പിന്നെയും വീറോടും വാശിയോടും കൂടി അടുത്ത അക്ഷൗഹിണിപ്പട കൊണ്ടുവരും. അങ്ങനെ 24 അക്ഷൗഹിണിപ്പട കൊണ്ടുവരണ്ടായി. അങ്ങനെ ഓരോ പ്രാവശ്യവും ജരാസന്ധൻ വരുമ്പോ ഭഗവാൻ അവന്റെ പടയെല്ലാം കൊന്നതിന് ശേഷം അവന്റെ പുറംതലയ്ക്ക് അടിച്ചു ഓടിക്കുമായിരുന്നു. കുറച്ച് ദേഷ്യം കൂടാൻ വേണ്ടിയായിട്ട്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആലോചിച്ചു, ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വരുന്നപ്പോ വലിയ പ്രശ്നമാണല്ലോ അല്ലെ. ഈ ഈ മഥുരയില് ജനങ്ങൾക്കെല്ലാം യുദ്ധഭീതിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് വിശ്വകർമാവിനെ വിളിച്ച് അതിനുശേഷം കടലിൽ നിന്ന് ഏകദേശം ഒരു 12 യോജന, ഒരു 180-നും 200-നും കിലോമീറ്റർ ചുറ്റളവ്, ഒരു 12 യോജന സ്ഥലം ഉയർത്തിയെടുത്ത് അതില് ദ്വാരക എന്ന പുരി ഉണ്ടാക്കി. ധാമം അത്യപൂർവമായ പല കാര്യങ്ങളും കൊണ്ട് ആ ദ്വാരകാപുരി ശോഭിച്ചിരുന്നു. ശേഷം അന്ന് രാത്രി തന്റെ പ്രജകളെല്ലാം മധുരയിൽ ഉറങ്ങാണ്. അവരെയൊക്കെ തന്നെ യോഗമായയോട് പറഞ്ഞ് അവർ ഉറങ്ങിക്കിടന്നപ്പോ അങ്ങനെ യോഗമായയുടെ ശക്തി കൊണ്ട് അവരെ എല്ലാവരെയും, മധുരയിലുള്ള എല്ലാ പേരെയും ദ്വാരകയിലേക്ക് മാറ്റേണ്ടായി. ദ്വാരകയിലേക്ക് മാറ്റി അവര് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവർക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. കാരണം അവരെല്ലാം യോഗമായയിലാണ്. അപ്പൊ പലപ്പോഴും ഭഗവാന്റെ ലീലകൾ നടക്കുന്ന സമയത്ത് ഈ യോഗമായയാണ് ഭഗവാനെ അസിസ്റ്റ് ചെയ്യുന്നത്. മനുഷ്യരുടെ ലീലകൾ നടക്കുന്ന സമയത്ത്, മനുഷ്യന്മാർ തമ്മിലുള്ള ലീലകൾ നടക്കുന്ന സമയത്ത് മഹാമായയാണ് അസിസ്റ്റ് ചെയ്യുന്നത്, നമ്മളെ അല്ല, അല്ലേ. അപ്പൊ അത് നമ്മളെ കഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലീലകളൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ലീലകൾ ചെയ്യുന്നത് ഭഗവാനായതുകൊണ്ട് അവിടെ ഭൗതികമായ ഒരു സ്പർശനമില്ലാത്തത് കൊണ്ട്, അതെല്ലാം ആത്മീയ തലത്തിലായതുകൊണ്ട് അവിടെ യോഗമായ അവിടെ പ്രഭാവം ചെലുത്താം. ഇതേമാതിരി തന്നെ ഭഗവാൻ രാസലീല നടക്കുന്നതിന് മുൻപേയും ഇതേമാതിരി യോഗമായ വിളിച്ചിട്ടാണ് ഈ രാസലീലയൊക്കെ ചെയ്യുന്നത്. ഭഗവാനപിതാരാത്രി ശരദോദ്ഭുല്ലമല്ലികാഃ വീക്ഷ്യരന്തം മനശ്ചക്രേ യോഗമായ സമാശ്രിതാഃ. അപ്പൊ ഇവിടെ പറയുന്നത് ഭഗവാൻ അപിതാരാത്രി, ഭഗവാൻ രാത്രി ശരദോദ്ഭുല്ലമല്ലികാഃ, ശരത്കാല പൗർണിമയില വീക്ഷ്യരന്തം മനശ്ചക്രേ യോഗമായ സമാശ്രിതാഃ. ഗോപികമാര് വരണം എന്നുള്ള സങ്കല്പം എടുത്തിട്ട് ഇങ്ങനെ ഓടക്കൊള്ളൂതയാണ്. ആരെ വിളിച്ചിട്ടാ? യോഗമായ സമാശ്രിതാഃ. യോഗമായ. അപ്പൊ ആരാണ് ഈ യോഗമായ എന്ന് വെച്ചാൽ രാധാറാണി തന്നെയാണ് യോഗമായ. ശ്രീമതി രാധാറാണിയുടെ ഇനിയൊരു വിസ്തരണമാണ് സുഭദ്ര മയ്യ. സുഭദ്ര എന്ന് പറഞ്ഞാൽ അർജുനന്റെ ഭാര്യ എന്ന് പറയാം. നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയാം. സുഭദ്രാമയ്യ. ഈ സുഭദ്രാമയ്യ എവിടുന്നാ വരണേ? ശ്രീമതി രാധാറാണിയുടെ വിസ്തരണമായിട്ടാണ് സുഭദ്ര വരുന്നത്. കാരണം രാധാറാണിക്ക് 2 തരത്തിലാണ് രാധാറാണിയുടെ ഉത്തരവാദിത്വം. ഒന്നാമത്തെ ഉത്തരവാദിത്വം
ഹ്ലാദിനി അല്ലെ? ഹ്ലാദിനി ശക്തിയാണ് രാധാരാണി. രാധാരാണി ശ്രീകൃഷ്ണ ഭഗവാന് ആഹ്ലാദം കൊടുക്കുന്നു ഡയറക്റ്റ് ആയിട്ട്. ഇനി അതേ രാധാരാണി സുഭദ്രയായിട്ട് വന്നിട്ട് യോഗമായ, അതാണ് സുഭദ്ര, സുഭദ്രയായി വന്നിട്ട് ഭഗവാൻ കൃഷ്ണന്റെയും ഭക്തന്മാരുടെയും തമ്മിലുള്ള ദൂരത്തെ കുറച്ച് കൃഷ്ണനുമായിട്ട് അടുപ്പിക്കുന്നു. അതാണ് യോഗമായ. മഹാമായ എന്ന് പറഞ്ഞാൽ ദുർഗാദേവി. അത് ഭഗവാനും നമ്മളും തമ്മിലുള്ള ദൂരത്തിനെ കൂട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ആഗ്രഹം അനുസരിച്ച്. അതേമാതിരി നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ഭഗവാനെയും നമ്മളെയും തമ്മിലുള്ള ദൂരം കുറച്ച് ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് സേവനത്തിൽ നമ്മളെ അടുപ്പിക്കുന്നതാണ് സുഭദ്ര മഹാരാണി. അതുകൊണ്ടാണ് നമ്മള് ജഗന്നാഥൻ ബലദേവന്റെ കൂടെ സുഭദ്രയെ വെച്ച് പൂജിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഈ യോഗമായയിലാണ് ഭഗവാന്റെ ലീലകളെല്ലാം. ഈ യോഗമായയിലാണ്. യശോദാമ്മ വായ തുറന്നപ്പോ ബ്രഹ്മാണ്ടങ്ങളെല്ലാം കണ്ടത് യോഗമായയിലാണ്, അല്ലെ? അതേമാതിരി ഭഗവാൻ ശരത്കാല പൂർണിമയില് ഗോപി നൃത്തം ചെയ്യാനായിട്ട് അവരെയൊക്കെ വിളിക്കാനായിട്ട് ഭഗവാൻ അർദ്ധരാത്രി യോഗമായ കൂട്ടുപിടിച്ചു എന്നാണ്. അതേമാതിരിയാണ് ഇവിടെ മഥുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് എല്ലാ പേരും ഉറങ്ങുന്ന സമയത്ത് യോഗമായയുടെ പ്രഭാവം. ഇതേമാതിരി ഇനിയൊരു ഇതുണ്ട്. പലതരത്തിലുള്ള ലീലകൾ യോഗമായയിലാണ്. അങ്ങനെ ദ്വാരകയിലേക്ക് പ്രജകളെ എല്ലാം കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെയുള്ള ആൾക്കാരാണ്? വൃഷ്ണിവംശം. ഇപ്പൊ വൃഷ്ണിവംശത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം, അല്ലെ? യദുവംശം ഇതെല്ലാം ഇതിനകത്തെല്ലാം യദുവംശത്തിനകത്ത് വൃഷ്ണിവംശം, വൃഷ്ണി എന്ന രാജാവിൽ നിന്നാണ്. അതേമാതിരി ഭഗവാൻ ഈ വൃഷ്ണിവംശത്തിലാണ് പറഞ്ഞതെന്ന് പറയാം. വൃഷ്ണിവംശ പ്രദീപ, ഭഗവാൻ വൃഷ്ണിവംശത്തിൽ നിന്ന് വന്നു. പിന്നെ ഭോജ, മധു, ദശാർഹൻ, അർഹൻ, കുക്കുരൻ, കുക്കുര വംശം. ഈ കുക്കുര വംശമാണ് ശൂരസേന മഹാരാജാവ്. ഈ കുക്കുര വംശത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ അന്തക, അല്ലെ? അങ്ങനെ അന്തക, ഭോജക, വൃഷ്ണി വംശ, ഇങ്ങനെയല്ല പല വംശങ്ങള് ചുറ്റപ്പെട്ടതാണ് ഈ ദ്വാരക എന്ന് പറയുന്നത്. ഈ വംശത്തിന് തന്നെ പല പ്രത്യേകതകളുണ്ട്. ചില വംശകർ എന്ന് പറഞ്ഞാൽ അന്തക വംശകർ എന്ന് പറയുമ്പോ ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ, ഇവരെല്ലാം തന്നെ ക്ഷത്രിയ വംശത്തുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. ക്ഷത്രിയ വംശജരാണെങ്കിൽ പോലും ഇവരെല്ലാം തന്നെ അന്തക വംശത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ഷാത്ര വംശത്തിൽ ചെയ്യുന്ന പല ആചാരങ്ങളും പലതും ത്യജിച്ചതാണ്. വ്രാത്യന്മാരെന്ന് പറയുന്നത് അന്തക വംശത്തിലെ വ്രാത്യന്മാരെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ പല ആചാരങ്ങളും ത്യജിച്ചവരാണ്. പക്ഷെ അവര് ഇതേമാതിരി രാജകുടുംബവും പ്രഭുകുടുംബവും ഒക്കെയാണ്. അങ്ങനെ ഓരോ അപ്പോ ഈ വൃഷ്ണി വംശത്തിൽ വന്ന കൃഷ്ണൻ മറ്റു വംശവുമായിട്ട് വിവാഹം വഴിയും അവരുടെ കൃഷ്ണന്റെ മക്കളുടെ വിവാഹം വഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ പെണ്ണെടുക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ആ മക്കൾ ഉണ്ടാവും. ഇതൊക്കെ ഇതിനകത്താണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ വൃഷ്ണി, ഭോജക, മധു, ശാരൻ, അർഹൻ, കുക്കുരൻ, അന്തകൻ ഇതെല്ലാം തന്നെ ഇവരുടെ വംശത്തിലുള്ള പിൻഗാമികളാണ് ഈ ദ്വാരക സംരക്ഷിച്ചു പോയിരുന്നത് എന്നാണ് പറഞ്ഞത്. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇല്ലായിരുന്നല്ലോ കുറെ കാലം ഹസ്തിനാപുരത്തായതുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് അത് പറയാൻ കാരണം. അത് എങ്ങനെയാ? അതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുകയാണ്. എങ്ങനെയാ? പാതാളത്തിന്റെ അവിടെ നാഗലോകമുണ്ട്, അങ്ങ് താഴെയാണ്. അപ്പൊ അവിടെ ഇരുട്ടാണ്. നാഗലോകം മൊത്തം ഇരുട്ടാണ്. എങ്കിലും വളരെ വിശേഷപ്പെട്ട നാഗങ്ങളുടെ തലയിലുള്ള നാഗമാണിക്യത്തിന്റെ ഭയങ്കരമായ വെളിച്ചമാണ് അവിടെ. കുറച്ചെങ്കിലും പ്രകാശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള നാഗന്മാരാൽ ആ നാഗലോകത്തിന്റെ തലസ്ഥാനം ഭോഗവതി, ആ ഭോഗവതിയെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അപ്പൊ അതിനൊരു ഉപമ പറയാണ്, അതേമാതിരിയാണ് ശ്രീകൃഷ്ണനോളം ശക്തിയുള്ള, എന്നാൽ ശ്രീകൃഷ്ണനല്ല, ശ്രീകൃഷ്ണനോളം ഭഗവാനോളം ശക്തിയുള്ള ഇങ്ങനെയുള്ള ഇപ്പറഞ്ഞ വംശത്തിൽ നിന്നുള്ള അവരുടെ വംശജർ ദ്വാരക മൊത്തം സംരക്ഷിക്കുകയാണെന്ന് പറയുന്നത്. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ചായിരുന്നില്ല, ആ ദ്വാരകയിൽ തന്നെ പല പല നാടുകളിലായിട്ട് മാറിയിരുന്നു ഇവരെല്ലാം. പക്ഷെ അവരെല്ലാവരെയും യദുവംശരെന്നും പറയും. അതിനകത്ത് പാർട്ടായിട്ടുള്ള വംശങ്ങളാണ് വൃഷ്ണി വംശ, അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടെ ആ ദ്വാരകയെ കുറിച്ച് പറയണ ഭഗവാന്റെ അഭാവ നിമിത്തം ഭഗവാൻ അനേക കാലം ഹസ്തിനാപുരത്തായിരുന്നത് കൊണ്ടും ഭൂഭാരം തീർക്കുന്നത് കൊണ്ടും ശേഷിച്ച ഇങ്ങനെയുള്ള ദ്വാരകയിലെ വംശജരാണ് ഒടുവില് ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നത് വരെ ദ്വാരകയെ സംരക്ഷിച്ചു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഇന്ന് നമുക്ക് ഈ ഒരു ശ്ലോകം ഇത്രയും മതി. നാളെ തൊട്ട് കൂടുതലായിട്ട് പഠിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു.